നമസ്കാരം. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ വെടിയുണ്ടകളേക്കാൾ അപകടകാരികളായ ചില വാക്കുകളുണ്ട്. കാരണം ഒരു മിസൈൽ ഒരു കപ്പലിനെ മാത്രമേ തകർക്കൂ. എന്നാൽ ഒരു ആരോപണം രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തെയും നയതന്ത്ര ബന്ധങ്ങളെയും വരെ ഉലച്ചുകളയും. ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് ഉയർന്നത് അത്തരമൊരു നയതന്ത്ര പോരാട്ടത്തിന്റെ പ്രതിധ്വനിയാണ്. ഹോർമൂസ് കടലിനടുത്ത് ഇന്ത്യൻ നാവികരുമായി ബന്ധപ്പെട്ട കപ്പലുകൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ കപ്പലുകൾക്കെതിരായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണ് എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. എന്നാൽ ഇപ്പോൾ ആ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ഇറാൻ എംബസി. ട്രംപിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതം മാത്രമല്ല, യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് ലോക ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും ഇറാൻ ആരോപിക്കുന്നു. ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്ന വാണിജ്യ കപ്പലുകൾക്കു നേരെ US നടത്തിയ ആക്രമണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്ന് ഇറാൻ എംബസി വിമർശിച്ചു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇറാനെതിരെ ആരോപണവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നത്. ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വാദം. ഇന്ത്യയിലെ ഇറാൻ എംബസി എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇന്ത്യൻ കപ്പലിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കുകയും 3 നിരപരാധികളായ ഇന്ത്യൻ നാവികരെ വധിക്കുകയും ചെയ്ത അമേരിക്കയുടെ ക്രൂരതയിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണിത്. ഇത് തികച്ചും പരിതാപകരമാണ്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ കേന്ദ്ര സർക്കാരും അപലപിച്ചു കഴിഞ്ഞു. ആക്രമണത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ വിളിച്ച് കടുത്ത പ്രതിഷേധം അറിയിച്ചതായി വ്യക്തമാക്കി. നേരത്തെ വിഷയത്തിൽ US-ന്റെ ഉന്നത നയതന്ത്ര പ്രതിനിധിയെ വിളിച്ച് കേന്ദ്ര സർക്കാർ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. ഗൾഫ് ഓഫ് ഒമാനിൽ പലാവോ പതാകയേന്തിയ സെറ്റബെല്ലോ എന്ന എണ്ണക്കപ്പലിനു നേരെ അമേരിക്കൻ നാവികസേന നടത്തിയ ആക്രമണത്തിലാണ് കപ്പൽ ജീവനക്കാരായ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത്. കപ്പലിലാകെ 24 ഇന്ത്യക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ആക്രമണത്തെ തുടർന്ന് കാണാതായ 3 പേരാണ് മരണപ്പെട്ടെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചത്. ഇതിനു പിന്നാലെ ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്ന 2 കപ്പലുകൾ കൂടി എന്നാൽ അമേരിക്ക പിന്നീട് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ജൂൺ 8-ന് 24 ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്ന മാരിവെക്സ് എന്ന പലാവോ പതാകയുള്ള കപ്പൽ US സൈന്യം തകർത്തു. കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വ്യാഴാഴ്ച 20 ഇന്ത്യൻ ജീവനക്കാർ ഉണ്ടായിരുന്ന ഗിനിയ ബിസാവോ പതാകയേന്തിയ ജൽവീർ എന്ന കപ്പലിനു നേരെയും ആക്രമണം ഉണ്ടായി. കടലുകൾ സാധാരണയായി രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന വഴികളാണ്. എന്നാൽ ഇന്ന് ഹോർമൂസ് കടലെടുത്ത് ലോകരാഷ്ട്രീയത്തിന്റെ ഏറ്റവും അപകടകരമായ ചതുരംഗ പലകയായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും, മറുവശത്ത് ഇറാനും അതിന്റെ പ്രാദേശിക സ്വാധീനവും. ഈ ഏറ്റുമുട്ടലിനിടയിൽ കുടുങ്ങുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ സാധാരണ നാവികരാണ്. അവരുടെ ജീവനും സുരക്ഷയുമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. രാഷ്ട്രീയമായി ഈ സംഭവത്തിന്റെ പ്രാധാന്യം അതീവ ഗൗരവമുള്ളതാണ്. കാരണം ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളിയാണെങ്കിലും ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളിൽ ഇന്ത്യ തുറന്ന പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതേസമയം ഇറാൻ അമേരിക്കയുടെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി വിലയിരുത്തലുകളുണ്ട്. ഈ വിവാദം ഒരു വലിയ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നു. യുദ്ധങ്ങൾ ഒരിക്കലും അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കില്ല. അതിന്റെ തീപ്പൊരി വ്യാപാര കപ്പലുകളിലേക്കും തൊഴിലാളികളുടെ ജീവിതങ്ങളിലേക്കും നയതന്ത്ര ബന്ധങ്ങളിലേക്കും പടരുന്നു. ഇന്ന് ട്രംപും ഇറാനും തമ്മിൽ കൈമാറുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ ലോക വ്യാപാരത്തിന്റെ ഹൃദയഭാഗമായ ഹോർമൂസ് കടലിടുക്കിൽ സമാധാനവും സുരക്ഷയും എത്രത്തോളം അസ്ഥിരമായിരിക്കുകയാണെന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്. അതിനാൽ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ്: ഈ വാക്കുകളുടെ യുദ്ധം നയതന്ത്ര പരിഹാരത്തിലേക്ക് നീങ്ങുമോ, അതോ കടലിലെ സംഘർഷങ്ങൾ ഇനിയും അപകടകരമായ വഴികളിലേക്ക് ലോകത്തെ നയിക്കുമോ?